കാതറിൻ മാൻസ്ഫീൽഡ് എഴുതിയിട്ടുള്ള ഡോൾസ് ഹൗസ് എന്നുള്ള ഷോർട്ട് സ്റ്റോറിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോൾസ് ഹൗസ് എന്നുള്ള പേരിൽ വേറൊരു വർക്കും കൂടിയുണ്ട്. ആരുടേതാണ്? ഹെൻറിക് ഇബ്സൻ്റെ ആണ്. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ഇവിടെ നമ്മളൊരു ഷോർട്ട് സ്റ്റോറിയാണ് പഠിക്കുന്നത്. എഴുതിയിട്ടുള്ളത് കാതറിൻ മാൻസ്ഫീൽഡ്. അവരെ കാത്ലീൻ മാൻസ്ഫീൽഡ് മറേ എന്നുള്ള പെൻ നെയിമാണ് അവരുടെ ഇത് കാതറിൻ മാൻസ്ഫീൽഡ് എന്നുള്ളത്. യഥാർത്ഥ പേര് കാത്ലീൻ മാൻസ്ഫീൽഡ് മറേ എന്നാണ്. ഓക്കെ, ഷീ ഈസ് ഫ്രം ന്യൂസിലാൻഡ് ആൻഡ് ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ ഷോർട്ട് ഫിക്ഷൻസ് എഴുതുന്നതിൽ വളരെ ഫേമസ് ആണ് അവർ ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടണിലാണ് ജനിക്കുന്നത്. പിന്നെ എല്ലാ കാലത്തെയും ഒരു ബെസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്ററായിട്ടാണ് അവരെ കാണുന്നത്. അതുപോലെ തന്നെ ലൈഫ് ആൻഡ് വർക്ക് ആർ വൺ തിങ് ഇൻഡിവിസിബിൾ. അവർ പറയുകയാണ് ജോലിയും അതുപോലെ ജീവിതം എന്ന് പറയുന്നത് അൺഡിവിസിബിൾ ആണ് എന്ന് പറയുന്ന ഒരു ആശയം അവരാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഡോൾസ് ഹൗസ് എന്നുള്ള ഈ സ്റ്റോറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് 1922 പബ്ലിഷ് ചെയ്യുന്നത്. ദ ഡൗസ് നെസ്റ്റ് ആൻഡ് അതർ സ്റ്റോറീസ് എന്നുള്ള കളക്ഷനിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, 2 ഫാമിലീസിൻ്റെ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. സെൻറ്റേർഡ് വിത്ത് എ സിമ്പിൾ ഓഫ് ഡോൾസ് ഹൗസ്. ഒരു ഡോൾ വീട്, അതായത് ഈ ഫോറിനേഴ്സിൻ്റെ വീഡിയോസ് ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നമുക്കറിയാം, അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് യഥാർത്ഥ വീടിൻ്റെ മോഡലിൽ ഒരു കുഞ്ഞു വീട് എന്ത് ചെയ്യും, കുട്ടികൾക്കായിട്ട് കൊടുക്കും അല്ലേ? ഒരു വീടിൻ്റെ സങ്കല്പം തന്നെയാണ്. അപ്പോൾ ആ ഒരു വീടിനെ സിംബലൈസ് ചെയ്തുകൊണ്ട് 2 ഫാമിലിയുടെ സ്റ്റോറിയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സോഷ്യൽ ക്ലാസ് ഡിസ്ക്രിമിനേഷനാണ്. ഓക്കെ, ഒരു റിച്ച് ആയിട്ടുള്ള വീട്ടിലേക്ക് ഈ ഒരു വീട് വരികയാണ്. അപ്പോൾ അവരുടെ അടുത്ത് താമസിക്കുന്ന മറ്റൊരു വീട്ടുകാർക്ക് ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കുട്ടികളാണ് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ മൈൻഡിൽ എങ്ങനെയാണ് സൊസൈറ്റി ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഇൻജക്റ്റ് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് പൊതുവെ ഒരു കുട്ടിയും ജനിക്കുമ്പോൾ മറ്റൊരാൾ കറുത്തതാണ് വെളുത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടല്ല വളരുന്നത്. പക്ഷേ സൊസൈറ്റിയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണ് ഒരു കുട്ടിക്ക് എന്ത് കാര്യമാണെങ്കിലും ലഭിക്കുന്നത് അല്ലേ? ഒരാൾ കറുത്തതാണ് വെളുത്തതാണ് തടിച്ചതാണ് മെലിഞ്ഞതാണ് എന്നൊക്കെ കാര്യങ്ങൾ കുട്ടി പഠിക്കുന്ന വീട്ടിൽ നിന്നാണ്. ഓക്കെ, അത് തന്നെയാണ് ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ക്യാരക്ടേഴ്സിനെ നമുക്ക് 2 ഫാമിലി ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ ബേർണൽസ് ഫാമിലിയാണ്. ബേർണൽ, ഓക്കെ, മിസ്റ്റർ ബേർണൽ, മിസ്സസ് ബേർണൽ, പിന്നെ അവരുടെ 3 മക്കളാണ്, ഇസബൽ, ലോറ്റി ആൻഡ് കെസിയ. അതിൽ മൂത്ത ആൾ ഇസബൽ, രണ്ടാമത്തെ ആൾ ലോറ്റി ആൻഡ് ലാസ്റ്റ് വൺ ഇസ് കെസിയ. പിന്നെ ഇവരുടെ ഒരു ആൻഡ് ബെറിൽ. ഓക്കെ, ഇനി കെൽവീസ് ഫാമിലി പറയുകയാണെങ്കിൽ, മിസ്റ്റർ കെൽവി എന്ന് പറയുന്നത് ഗൃഹനാഥൻ, അദ്ദേഹം പണ്ട് ജയിലിലായിരുന്നു. ഓക്കെ, അദ്ദേഹം ചെയ്ത തെറ്റിനാണോ ചെയ്യാത്തതിനാണോ എന്നറിയില്ല, അദ്ദേഹം ജയിലിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ജയിലിൽ നിന്ന് വന്ന ആൾ എന്നുള്ളൊരു ഇത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹീസ് എ വെരി ഹാർഡ് വർക്കിംഗ് ആളാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മിസ്സസ് കെൽവി ഒരു വാഷർ വുമൺ ആണ്. ഓക്കെ, തുണിയൊക്കെ കലക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ 2 മക്കളാണ്, ലിൽ ആൻഡ് എൽസി. ഓക്കെ, എൽസിയും ലില്ലും, ലിൽ കെൽവി ഓർ എൽസി. ഓക്കെ, ഇവരാണ് ഇതിലെ ക്യാരക്ടേഴ്സ്. ഒന്നും കൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ വേറെയും കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. മിസ്സസ് ഹേ. ഓക്കെ, ഈ ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഗിഫ്റ്റ് ചെയ്യുന്നത് ആരാണ്? മിസ്സസ് ഹേ ആണ്. ഓക്കെ, അത് ബേർണൽ ഫാമിലിക്കാണ് എന്ത് കിട്ടുന്നത്, ഈ ഒരു ഡോൾ ഹൗസ് കിട്ടുന്നത്. ബേർണൽ ഫാമിലി കുറച്ച് റിച്ചാണ്. അവർക്ക് മിസ്സസ് ഹേ, അവരുടെ ആൺട്ടായ, ഈ കുട്ടികളുടെ ആൺട്ടായ മിസ്സസ് ഹേ എന്ത് ചെയ്യാണ്, സമ്മാനമായിട്ട് കൊടുക്കുകയാണ് ഇസബെല്ലും ലോട്ടിക്കും കെസിയൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ആ ഡോൾസ് ഹൗസ് അവർക്കാണ് കിട്ടുന്നത്. ഇസബെൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ മൂത്ത ചേച്ചി ഈ 3 കുട്ടികളും മൂത്ത കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങൾ എല്ലാവരോടും പറയുകയും തൻ്റെ സുഹൃത്തുക്കളൊക്കെ ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കെൽവീസ് ഗേൾസായ ലിൽ ആൻഡ് എൽസി എന്ന് പറയുന്നത് അവർ ത്രൂ ഔട്ട് ദ സ്റ്റോറി സൈലൻ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇത് മറ്റേ കുട്ടികളുടെ അതേ പ്രായത്തിലുള്ള 2 കുട്ടികളാണ്. പക്ഷെ അവരുമായിട്ട് വലിയ കണക്ഷനൊന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. കാരണം ജയിലിൽ നിന്ന് വന്ന ഒരാളുടെ മക്കൾ എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അവർ നേരിട്ടിരുന്നു. ഓക്കെ, പിന്നെ ഇത്രയാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റോറിയിലേക്ക് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ഈ ഡോൾസ് ഹൗസിനെ ആര് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്? മിസ്സസ് ഹേ നമ്മുടെ ബേർണൽ ചിൽഡ്രന് കൊടുക്കുകയാണ്. ഓക്കെ, ബേർണൽ ഫാമിലിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആണ്ട് ബെറിൽ എന്ത് ചെയ്യുന്നു, ആ വീടിൻ്റെ ഭംഗിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, അതായത് ആ വീടിന് പെയിൻറ്റ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരുടെ ആണ്ടായ ബെറിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഡോൾസ് ഹൗസിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ, ഈ വീട് എന്ന് പറയുന്നത് ഗ്രീൻ കളറിലാണ് ഉള്ളത്. ഓക്കെ, ഗ്രീൻ ഇൻ കളർ. പിന്നെ 2 ചിമ്മിനി ഉണ്ട്. ചിമ്മിനി എന്ന് പറഞ്ഞാൽ പുക പോകുന്ന കുഴലുകളുണ്ട്. പിന്നെ ആ ഡോറുണ്ട്, 4 വിൻഡോസ് ഉണ്ട്. പിന്നെ ഒരു പോർച്ചുണ്ട്, ഫ്രണ്ടിലായിട്ടൊരു ബാൽക്കണി പോലെയുള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെ ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ നല്ല കാർപ്പറ്റൊക്കെ വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു റിച്ച്
എന്താണ് ഒരു ഡോൾസ് ഹൗസാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ കുഷ്യൻഡ് ചെയർസാണ്, ചെയറൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അതൊക്കെ എന്താണ് കുഷ്യൻ ചെയ്തിട്ടുള്ള അത്രയും ക്ലാസിക് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീടിൻ്റെ അകത്തൊരു ലാമ്പ് ഉണ്ട്. ഓക്കെ, അതിലൊരു എന്താണ് ഒരു ഗ്ലോബ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ആംബർ ലാമ്പാണ്. അപ്പോൾ ഈ കുട്ടികളിൽ ഏറ്റവും ചെറിയ ആൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ബേർണൽ ഫാമിലി ആ കുട്ടിക്ക് കെസിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ലാമ്പായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വീട് കണ്ടപ്പോൾ ഈ 3 പെൺകുട്ടികളും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ കളർഫുള്ളാണ്, ഫേർണിച്ചർ അങ്ങനെയാണ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇസബൽ മൂത്ത കുട്ടി സ്കൂളിൽ പോയി. അവളുടെ എന്താണ് ഇസബലും രണ്ടാമത്തെ കുട്ടിയും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിൽ പോയ കുട്ടികൾ എന്താണ് എക്സൈറ്റ്മെൻറ്റോട് കൂടി തൻ്റെ സുഹൃത്തുക്കളോട് ഈ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഞങ്ങളുടെ മിസ്സസ് ഹേ ഇങ്ങനെ ഒരു വീട് കൊണ്ട് തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിലിങ്ങനെയാണ്, കാർപ്പറ്റ് ഇങ്ങനെയാണ് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും കുട്ടികളോട് പറയുന്നു. അപ്പോൾ ആ നാട്ടിലെ ഒരേ ഒരു സ്കൂളാണെന്ത്, ഇവർ പഠിക്കുന്ന സ്കൂള്. ഓക്കെ, അപ്പോൾ അവിടെ റിച്ച് ആൻഡ് പുവർ എല്ലാവരും ഒരുമിച്ചാണ് പഠിക്കുന്നത്. ക്ലാസ് ഡിഫറൻസ് ഒന്നും ഇല്ലാണ്ട് എല്ലാവരും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷേ റിച്ച് ആയിട്ടുള്ള ആൾക്കാരോട് ടീച്ചേഴ്സ് പെരുമാറിയിരുന്ന രീതി കുറച്ച് വ്യത്യാസമുള്ളതായിരുന്നു. ഓക്കെ, എന്നിരുന്നാലും ഈ കഥകൾ കേൾക്കാനും ഒന്നും തന്നെ ആർക്കും അവകാശം ഉണ്ടായിരുന്നില്ല. കെൽവീസിന് പറ്റിയിരുന്നില്ല. അതായത് കെൽവീസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ക്രിമിനലിൻ്റെയും വാഷർ വുമൻ്റെയും മക്കളാണ്. ഓക്കെ, ലില്ലും എൽസിയും അവർ രണ്ടുപേരും എന്ത് ചെയ്യാൻ സമ്മതിക്കില്ല, ഈ കഥ കേൾക്കാനോ അതായത് ഈ വീടിനെ കുറിച്ചുള്ള കഥകൾ ബേർണൽ സിസ്റ്റേഴ്സ് വന്ന് പറയുമ്പോൾ അത് കേൾക്കാനൊന്നും അനുവദിച്ചിരുന്നില്ല, ഈ കുട്ടികൾ അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല അവർക്ക് വേറെ തന്നെ എന്താണ് ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അവിടെ ലഭിച്ചിരുന്നത്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ എന്താണ് ഈ കെൽവീസിനെ എപ്പോഴും അവർ അവോയ്ഡ് ചെയ്തിരുന്നു. സ്കൂൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഒക്കെ തന്നെ അവോയ്ഡ് ചെയ്തിരുന്നു. എൽഡർ ഡോട്ടർ റിവീൽസ് അറ്റ് സ്കൂൾ ഫ്രണ്ട്സ് അബൌട്ട് ഹിസ് ഡോൾസ് ഹൗസിനെ പറയുന്നുണ്ട്. പിന്നെ അവരെന്താണ് മറ്റു കുട്ടികളൊക്കെ അത് കേൾക്കുന്നുണ്ട്. കുട്ടികൾ എന്താണ് പിന്നീട് ഈ വീട് കാണാൻ വേണ്ടിയിട്ട് അവരെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ബേർണൽ ഫാമിലിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ എന്താണ് ഈ കെൽവീസ് ഗേൾസിനെ മാത്രം ആ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ മിസ്സസ് ബേർണലും അല്ലെങ്കിൽ ഈ ബേർണൽ സിസ്റ്റേഴ്സൊന്നും ഇൻവൈറ്റ് ചെയ്യുന്നില്ല. അതായത് എല്ലാ കുട്ടികളെയും വിളിക്കുമ്പോഴും ഈ 2 കുട്ടികളെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കെൽവീസ് ഒഴികെ ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ആ വീട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കുട്ടികൾ വളരെയധികം വേർത്തൻ്റെ ഒരു ലോകത്താണ്. അല്ലെങ്കിൽ കുട്ടികൾക്കൊരു സൈക്കിൾ കിട്ടിയാൽ കളിപ്പാട്ടം കിട്ടിയാൽ ഉണ്ടാകുന്ന അതേ സന്തോഷം ഈ 3 കുട്ടികൾക്കും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്തു, ആ വീടും കാര്യങ്ങളൊക്കെ വലിയ സുപ്പീരിയോറിറ്റിയോട് കൂടി എന്തോ വലിയ സംഭവം പോലെയാണ് ആ വീടിനെ എന്ത് ചെയ്തിരുന്നത്, നോക്കിയിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലെന എന്ന് പറയുന്ന കുട്ടി ഇസബലിനെയും ഫ്രണ്ട്സിനെയൊക്കെ തന്നെ ഈ കെൽവീസ് ഗേൾസിനെ ബുള്ളി ചെയ്യാനായിട്ട് മുന്നിൽ നിന്നിരുന്നു. ഓക്കെ, അതുപോലെ ലില്ലി എന്ന് പറയുന്ന അവരുടെ ഒരു സെർവൻ്റ് പോലെയാണ് എന്ത് ചെയ്തിരുന്നത്, സ്കൂളായാലും എല്ലായിടത്തും അവർ കണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വൈൽഡ് വിത്ത് ജോയ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ ലില്ലു എൽസി എന്ത് ചെയ്യും, ഈ ബേർണൽ സിസ്റ്റേഴ്സിൻ്റെ ദ്രോഹം സഹിക്കാൻ വയ്യാണ്ട് ക്ലാസ്സിൽ നിന്ന് ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതിലേറ്റവും ചെറിയ കുട്ടിയാണ് ആര്, ബേർണൽ സിസ്റ്റേഴ്സിലെ കെസിയ എന്ന് പറയുന്ന കുട്ടി. മറ്റേതിലാണ് അങ്ങനെ കെസിയ എന്ത് ചെയ്യാണ്, ഈ കെൽവി സിസ്റ്റേഴ്സ് ഒരു ദിവസം റോഡിലൂടെ നടന്നു പോകുന്നത് കാണാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഗേറ്റിലൂടെ ആ ഗാർഡനിലൂടെ ആ ഡോൾസ് ഹൗസൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അവരകത്തേക്ക് പെർമിഷൻ ഇല്ല വരാൻ. പക്ഷെ കെസിയ മുൻകൈ എടുത്തുകൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു, കോർട്ട് യാർഡിലേക്ക് കൂട്ടി വരികയാണ്. അതായത് വീടിൻ്റെ മുറ്റത്തേക്ക് കൂട്ടി വരുന്നു. അപ്പോൾ ലില്ല് എന്ത് ചെയ്യുന്നുണ്ട്, കെൽവി സിസ്റ്ററിലെ ഒരു കുട്ടി അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 2 പ്രാവശ്യം ആ കുട്ടി ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ കെസിയെ നിർബന്ധിച്ച് അവരെന്ത് ചെയ്യാണ്, ആ വീട് കാണിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോവാണ്. ഓക്കെ, അങ്ങനെ എൽസി എന്ത് ചെയ്യുന്നു, അവളുടെ കൂടെ പോകുന്നു. അപ്പോൾ കെസിയയുടെ കൂടെ ഈ 2 പേരും പോകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ പോയ ശേഷം ലാസ്റ്റ് എന്താവുന്നുണ്ട്, ഈ വീട് ഇവർ കാണുന്ന സമയത്ത് ആൻറ്റ് ബെറിൽ എവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ലില്ലും എൽസിയും കെസിയയുടെ കൂടെ വീട്ടിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ആ കോർട്ട് യാർഡിലേക്ക് ഡോൾസ് ഹൗസ് കാണാൻ വേണ്ടി വരുന്നത് ആൻറ്റ് ബെറിൽ കാണുകയും ആ 2 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് ഓടിക്കുന്നുണ്ട്. ഓക്കെ, കെസിയയുടെ മുമ്പിൽ വെച്ചിട്ട് ആ കുട്ടികൾ അവിടുന്ന് ഓടിക്കുന്നുണ്ട്. അതായത് ഡോൾസ് ഹൗസ് കാണണ്ട എന്നുള്ള രീതിയിൽ
ആ കുട്ടികൾ അവിടെ നിന്ന് ഓടിച്ചു. പക്ഷേ ആ 2 കുട്ടികൾ എന്ത് കണ്ടിരുന്നു? കെസിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു ലാമ്പ് കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ആ വീട് മൊത്തമായിട്ട് കണ്ടില്ലെങ്കിൽ ആ ലാമ്പ് കണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ആ സ്റ്റോറി അവസാനിക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷേ ഒരുപാട് തീംസ് ഇതിൽ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിൽ? ആ 2 കുട്ടികൾ സമൂഹത്തിൻ്റെ 2 ലെവലിലാണുള്ളത്. ലൈക്ക് കെസി ആൻഡ് എൽസി എന്ന് പറയുന്നത്. കെസി ആണെങ്കിൽ യങ്ങസ്റ്റ് ചൈൽഡാണ്, എൽസി കെൽവീസിലെ ഏറ്റവും ചെറുതാണ്. അപ്പോൾ എന്താണ്, അവൾക്ക് അവളുടെ പ്രായത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കതയിൽ അവൾ എന്ത് ചെയ്യുന്നു, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവൾക്കറിയില്ല സൊസൈറ്റിയിൽ എന്താ നടക്കുന്നതെന്നും കെസിയക്ക് അറിയില്ല. പക്ഷേ എൽസിക്ക് അത് മനസ്സിലാവുന്നുണ്ട്, അവളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, അങ്ങോട്ട് പോകാൻ മടിക്കുന്നത്. പക്ഷേ എന്താണ്, ആ കുട്ടി കെസി ആണെങ്കിൽ ആ ലാമ്പിനെ ഒരു സിമ്പിളായിട്ട്, ഒരു ഹോപ്പായിട്ടാണ് നമുക്ക് സ്റ്റോറിയിൽ മൊത്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, അതുപോലെ എൽസിക്കും ആ ലാമ്പിനോട് ഇഷ്ടം തോന്നുന്നുണ്ട്. ഇതിൽ തീംസായിട്ട് വരുന്നത് ക്ലാസ് ഡിഫറൻസ് തന്നെയാണ്. ടീച്ചേഴ്സ് ആയിക്കോട്ടെ, വീട്ടിലെ ബേർണൽ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ആണ്ട് ബെർലായിക്കോട്ടെ, എല്ലാവരും തന്നെ കുട്ടികളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. പിന്നെ സമൂഹത്തിൽ സോഷ്യോ എക്കണോമിക്കൽ സ്റ്റാൻഡേർഡ്സ്, അതുപോലെ ജസ്റ്റിസ്, പിന്നെ വാല്യൂസ് തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സ്റ്റോറി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.